മനസ്സിലായിട്ടുണ്ട് മാർക്സിസ്റ്റുകാർക്കൊഴികെ. CPM-ന് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളൊക്കെ തമാശയാണ്. 2014 നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് ജനാധിപത്യത്തിന്റെ പഴുതുപയോഗിച്ച് ഫാസിസം കടന്നുവരുന്നത്. 2014 നിർണായകമായ സന്ധിയിൽ കേരളത്തിലെ CPM-ന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഇന്നസെന്റ് ആയി. നമ്മൾ കണ്ടല്ലോ. പിന്നെ നരേന്ദ്രമോദിയുള്ള ഇന്ത്യയിൽ ഫാസിസത്തെ പിടിച്ചുകെട്ടാൻ ഇന്നസെന്റ് നടത്തിയ സ്തുത്യർഹമായ പോരാട്ടം. ആ പോരാട്ടത്തിന് ശേഷം 2024 നരേന്ദ്രമോദി കൂടുതൽ ഭീഷണി നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊന്നാനിയിലെ ഈ സ്ഥാനാർത്ഥിയാണ് മറ്റൊരു സ്റ്റാർ കാൻഡിഡേറ്റ്. അങ്ങനെ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നിസ്സാരമാക്കാം എന്നതാണ്. ഞങ്ങൾ വിശദമായി ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയേണ്ടതില്ല. കാര്യം വിരൽ തുമ്പിൽ വാർത്തകൾ ഞൊടിയിടയിൽ കിട്ടുന്ന ഒരു ഡിജിറ്റൽ നേറ്റീവ്സിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറ. നമ്മളൊക്കെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. എന്താ ഡിജിറ്റൽ ഇമിഗ്രൻസ്? നമ്മൾ ജനിക്കുമ്പോൾ ലാൻഡ് ഫോണിന്റെ കാലത്തിലേക്കാണ് ജനിക്കുന്നത്. ലാൻഡ് ഫോൺ ജനറേഷൻ ChatGPT-യുടെ കാലത്തിലേക്ക് കുടിയേറിയതാണ്. നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്തതാണ്. ഇമിഗ്രൻസ് ആണ്, കുടിയേറ്റക്കാരാണ്. പക്ഷെ ഇന്റർനെറ്റിന്റെ തൊട്ടിലാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ജനിച്ചു വീണത്. 2000-ന് ശേഷം ജനന തീയതിയുള്ള കുട്ടികളൊന്നും പത്രം വായിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാർ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. എന്താണ് ഡിജിറ്റൽ നേറ്റീവ്സ്? അവർ ഇന്റർനെറ്റിന്റെ ദേശക്കാരാണ്. അവർ ഐ ബിലോങ് ടു ഇന്ത്യ, ഐ ബിലോങ് ടു അമേരിക്ക, ഐ ബിലോങ് ടു സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഐ ബിലോങ് ടു ഫേസ്ബുക്ക്, ഐ ബിലോങ് ടു ChatGPT എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഡിജിറ്റൽ നേറ്റീവ്സിന്റെ കാലത്താണ്. അതുകൊണ്ട് നമുക്ക് മാർക്സിസ്റ്റുകാരുടെ പഴയ എപ്പിസോഡുകളും പഴയ ടിപ്പിക്കൽ ടെംപ്ലേറ്റുകളൊന്നും നടക്കില്ല. നാട്ടുകാർക്ക് ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആളുകളുടെ കയ്യിലുണ്ട് എന്നതാണ്. ഞാനും അബിൻ വർക്കിയും എന്തിവിടെ സംസാരിച്ചാലും ഒരു ക്രോസ് ചെക്കിംഗ് നിങ്ങൾക്ക് ഞൊടിയിടയിൽ നടത്താൻ പറ്റും. അങ്ങനെ ഒരു കാലത്താണ്, അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയ ഇൻഫർമേഷൻ റെവല്യൂഷൻ നടന്ന ഒരു കാലം. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ സ്വാഭാവികമായി ഒരു നാച്ചുറൽ ഫിനോമിന പോലെ വരുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മഴ പെയ്യുന്ന പോലെ, കാറ്റടിക്കുന്ന പോലെ, വെയിലടിക്കുന്ന പോലെ അല്ല. ഇന്റർനെറ്റ് അതാത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ മേശപ്പുറത്തെ സ്വിച്ചിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ വെബ്സൈറ്റുകളും സൗദി അറേബ്യയിൽ കിട്ടൂല. അവിടെ കിട്ടുന്ന എല്ലാ വെബ്സൈറ്റുകളും ദുബായിൽ ആക്സസ് ഉണ്ടാകില്ല. നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ ചൈനയിലില്ല. നമുക്ക് കിട്ടുന്ന ടെക്നോളജിയുടെ ആക്സസ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഏകാധിപതിയുടെ കോലായിലും വീട്ടുപടിക്കലും അവരുടെ നാലുകെട്ടിന്റെ തറവാട്ടുമുറ്റത്തെ അവരുടെ പടിപ്പുരക്കൽ പോയി ഓച്ചാനിച്ച് നിൽക്കണ്ട എന്നുള്ളതാണ്. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് ഇല്ല എന്ന് മാത്രമല്ല, സോവിയറ്റ് റഷ്യ സന്ദർശിച്ച കേരളത്തിലെ അദ്ദേഹം ഒരു ടൂറിസ്റ്റ് അല്ല, MGS നാരായണൻ ICHR-ന്റെ തലവനായിരുന്നു. മലയാളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള ചരിത്രകാരനാണ്. മോസ്കോ പട്ടണത്തിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ യെല്ലോ പേജസ് അന്വേഷിച്ചു. യെല്ലോ പേജസ് പുതിയ തലമുറക്ക് അറിയില്ല. യെല്ലോ പേജസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മൊബൈൽ ഫോൺ വരുന്നതിന്റെ മുമ്പേ നമ്മളൊരു നാട്ടിൽ യാത്ര പോകുമ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നമ്മളുടെ ബെഡ്റൂമിലെ സൈഡ് സപ്പോർട്ടിൽ യെല്ലോ പേജസ് ഉണ്ടാകും. അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ നമ്പർ നമ്മളെ പഴയ BSNL-ൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോണ്ടാക്ടിന്റെ ഡാറ്റ പുസ്തകം പോലെ ആ നഗരത്തിന്റെ വിവരങ്ങളാണ്. ആ നഗരത്തിലെ ഹോട്ടലുകളെ കുറിച്ചുള്ള വിവരം, നോൺ വെജ്, വെജ് റെസ്റ്റോറന്റുകളെ കുറിച്ചുള്ള വിവരം, മ്യൂസിയം, ലൈബ്രറി അടക്കമുള്ള സന്നാഹങ്ങളെ കുറിച്ചുള്ള വിവരം. യെല്ലോ പേജസ് എവിടെയെന്ന് ഹോട്ടൽ ബോയിയോട് ചോദിച്ചപ്പോ, സാർ ഇത് സോവിയറ്റ് റഷ്യയാണ്, ഇവിടെ യെല്ലോ പേജസ് ഒന്നും കിട്ടൂല. കാരണം അന്വേഷിച്ചപ്പോ ഡോക്ടർ MGS നാരായണൻ പറഞ്ഞു, സോവിയറ്റ് റഷ്യയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു മൊബൈൽ, ഒരു ഫോൺ നമ്പർ പോലും നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കരുത് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ സാധ്യതയുണ്ട്. ആശയവിനിമയം നടത്തിയാൽ ഒരാശയം പങ്കുവെക്കാൻ സാധ്യതയുണ്ട്. ഒരാശയം പങ്കുവച്ചാൽ ഒരു സമരത്തിന്റെ സാധ്യതയുണ്ട്. ഒരു സമരം നടന്നാൽ ഒരു വിപ്ലവത്തിന്റെ സാധ്യതയുണ്ട്. ഒരു വിപ്ലവം നടന്നാൽ ഈ നാടിനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
ബാൻ, എല്ലാം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന റോഡും ഇവിടുത്തെ തോടും ഇവിടുത്തെ പാലങ്ങളും ഇവിടുത്തെ ആശുപത്രികളും ഇവിടുത്തെ ആതുരാലയങ്ങളും ഇവിടുത്തെ സർവകലാശാലകളും മാത്രമല്ല, www എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വെയിലടിക്കുന്ന പോലെ മഴ പെയ്യുന്ന പോലെ ഒരു സ്വാഭാവിക പ്രതിഭാസമല്ല, അതൊരു പോളിസിയാണ്, അതൊരു നിലപാടാണ്. കശ്മീരിലെ കുട്ടികൾക്ക് ഈ അവകാശമില്ല കേട്ടോ. ജമ്മു കശ്മീരിലെ കുട്ടികൾക്ക് ആക്സസ് ഇല്ല കേട്ടോ. ജമ്മു കശ്മീരിലെ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോഴും വാട്സാപ്പ് ഇല്ല കേട്ടോ. തൃത്താലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം തൃത്താലയിൽ വരണം. കൂറ്റനാട്ടേക്ക് ഒരു കൂറ്റൻ റാലി നടത്തണം. നരേന്ദ്രമോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടണം. ആപ് ദേശ് ഭക്ത് നഹീ ഹേ, ആപ് ദേശ് പ്രേമി നഹീ ഹേ, ആപ് ദേശ് ദ്രോഹി ഹേ. എന്തിനാണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്? കൂറ്റനാട്ട് അങ്ങാടിയിൽ നിന്ന് അബ്ദുസമദ് സമദാനിയെ ജയിപ്പിക്കണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലയിൽ ഒരു നാമമുണ്ട്, ആ നാമം സമദാനിയാണ്. പൊന്നാനിയുടെ ആകാശത്തൊരു നാമമുണ്ട്, ആ നാമം സമദാനിയാണ്. പൊന്നാനിയിലൂടെ പുൽക്കൊടി പോലും മുഴക്കുന്ന സംഗീതം അബ്ദുസമദ് സമദാനിയാണ് എന്ന ആത്മവിശ്വാസം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് പറയാനാണ്. ആപ് ദേശ് ദ്രോഹി ഹേ. മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഒറ്റുകാരനാണ്, നിങ്ങൾ ദേശദ്രോഹിയാണ്. ആപ് ദേശ് ഭക്ത് നഹീ ഹേ. താങ്കൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ല. ഇത് കൂറ്റനാട്ടെ UDYFന്റെ പ്രവർത്തകർ ഒരുക്കിയ കംഫർട്ട് സോണിൽ യൂത്ത് ലീഗിന്റെ നേതാവെന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയെ പോലുള്ള നേതാക്കൾ ഇരിക്കുമ്പോ ഞാൻ പറയുന്ന വാക്കല്ല ഇത്. ഇതാരുടെ വാക്കാണ്? നിങ്ങൾ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്യണം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ നിങ്ങൾ കേൾക്കണം. ഇന്ത്യയുടെ പാർലമെന്റിൽ 56 ഇഞ്ചിന്റെ അഹങ്കാരത്തോടെ രാജ്യത്തിന്റെ സകലമാന സംവിധാനങ്ങളെയും തന്റെ പോക്കറ്റിലാക്കി ഭരണം നടത്തുന്ന നരേന്ദ്രമോദിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും നിൽക്കുമ്പോ BJPക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, മോഡിക്കെതിരെ ഒരു അക്ഷരം ഉരിയാടിയാൽ അവൻ വീട്ടിൽ പോകാത്ത സ്ഥിതി ഈ രാജ്യത്തുണ്ടാകുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ മിസ്റ്റർ മോഡി നിങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് പറയാൻ ഉശിരുള്ള നട്ടലുള്ള ഒരേ ഒരുത്തനെ ഈ നാട്ടിലുള്ളൂ. ആ ഒരുത്തന്റെ പേര് രാഹുൽ ഗാന്ധിയാണ് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ആ രാഹുൽ ഗാന്ധിയുടെ മക്കളെ ഞങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കഴിയോളം ഞാൻ ഫൈസൽ ബാബു അല്ല, ഐ മൈസെൽഫ് രാഹുൽ ഗാന്ധി. തൃത്താലയിലെ ഈ യുവജന പ്രവർത്തകർ മുഴുവൻ ബാനറിന്റെ പിന്നിൽ നിൽക്കുമ്പോ ഞങ്ങളുടെ വാപ്പയെ ഞങ്ങൾ മറക്കുക, ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങൾ മറക്കുക, ഞങ്ങളുടെ ബയോളജിക്കൽ പാരന്റ്സിനെ ഞങ്ങൾ മറക്കുക. 26ന്റെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ വോട്ട് പെട്ടിയിൽ വീഴുന്നത് വരെ ഒരേ ഒരു ആധാർ കാർഡ്, ഒരേ ഒരു പേര്, ഒരേ ഒരു വിലാസം, ഒരേ ഒരു ഐഡന്റിറ്റി, രാഹുൽ ഗാന്ധി എന്ന അന്തസ്സുള്ള ഐഡന്റിറ്റിയാണ്. എന്റെ പ്രിയപ്പെട്ട DYFIയുടെ പ്രവർത്തകരെ, ഞാൻ പറയും എന്റെ പേര് രാഹുൽ ഗാന്ധി. അബിൻ വർക്കി പറയും എന്റെ പേര് രാഹുൽ ഗാന്ധി. ഇവിടെയുള്ള മഹിളാ പ്രവർത്തകർ പറയും ഞങ്ങൾ രാഹുൽ ഗാന്ധി. ഇവിടെയുള്ള ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയും ഞങ്ങളുടെ പേര് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് വി പ്രൗഡ്ലി പ്രസന്റ് മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന DYFIക്കാരെ വരൂ, മൈക്ക് പെർമിഷൻ ഞങ്ങൾ എടുക്കാം. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന AIYFകാരാ നിങ്ങൾ വാ, ഞങ്ങൾ പെർമിഷൻ എടുക്കാം. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പിണറായിയുടെ കൊട്ടേഷനെ നിങ്ങൾ വാ, ഇതേ സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങി എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇന്ന് ഞാൻ വരുന്നത് എന്റെ വണ്ടിയിൽ ഞാൻ ഡീസൽ അടിച്ചിട്ടാണ് അബിൻ വർക്കി വരുന്നത്. അബിൻ വർക്കിയുടെ ചെലവിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ തൃത്താല മണ്ഡലത്തിലെ പ്രവർത്തകന്മാരൊക്കെ വന്നത് ഞങ്ങളുടെ ചെലവിലാണ്. ഞങ്ങളുടെ പ്രവർത്തകരുടെ കൊടിയടിപ്പിക്കാൻ ശ്രമിച്ചവരെ, ഞങ്ങളുടെ പോസ്റ്റർ അടിക്കാൻ ശ്രമിച്ചവരെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞല്ലോ, ഈ സമദാനിയുടെ പോസ്റ്ററിൽ പരന്നു കിടക്കുന്ന മൈദ യൂത്ത് കോൺഗ്രസുകാരന്റെ പണമാണ്, യൂത്ത് ലീഗുകാരന്റെ പണമാണ്. എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളെ, തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന നിങ്ങളുടെ പോസ്റ്റർ ഒരു കൊട്ടേഷനാണ്, നിങ്ങളുടെ ബോർഡ് കൊട്ടേഷനാണ്. DYFയുടെ പ്രവർത്തകരെ 26-ാം തീയതി വരെ ഈ കൂറ്റനാട്ടങ്ങാടിയിലൂടെ നിങ്ങൾ ചീറിപ്പാഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ ചെലവിലല്ല, നിങ്ങൾക്ക് കിട്ടിയ കള്ളപ്പണത്തിന്റെയും കൊട്ടേഷന്റെയും ബലത്തിലാണ് എന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ കൊട്ടേഷൻ അല്ല, ഞങ്ങൾ ആരുടെയും പണം വാങ്ങിയവരല്ല. ഞങ്ങൾക്ക് മുമ്പിൽ ഒരു ശത്രുവേ ഉള്ളൂ. പിണറായി വിജയനല്ല ഞങ്ങളെ ശത്രു, CPM അല്ല ഞങ്ങളെ ശത്രു. ഞങ്ങളുടെ ശത്രു നരേന്ദ്രമോദിയാണ്. 1 വട്ടം, നരേന്ദ്രമോദിയാണ് 2 വട്ടം, നരേന്ദ്രമോദിയാണ് 3 വട്ടം എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയും.
അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സോ ലെറ്റ് മീ നോ വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ കോംറേഡ്സ്, സഖാക്കളെ, വരൂ, ശാഖയിലെ പ്രവർത്തകനെ വിളിക്കട്ടെ, നിങ്ങളുടെ ഊസിലുള്ള എം സ്വരാജിനെ വിളിക്ക, എന്നിട്ട് പറയ്, ലെറ്റ് മീ നോ who is your proposed prime minister candidate of India for 2024. 2024 രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ നിങ്ങളുടെ ടീം ലീഡർ ആരാ, നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാ, നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ആരാ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഇന്റേണൽ മാർക്ക് വേണം, ഒരു എക്സ്റ്റേണൽ മാർക്ക് വേണം. നമ്മുടെ കുട്ടികൾ കോളേജിൽ പഠിക്കുമ്പോ 50 ഔട്ട് ഓഫ് 100. അബ്ദുസമദ് സമദാനിയെ ഞങ്ങൾ നിർത്തുന്നു. നിങ്ങൾ ഇവിടെ വന്നത് എന്തുകൊണ്ടാ? ലീഗ് ആയതുകൊണ്ടാ? മറക്ക്. കോൺഗ്രസ് ആയതുകൊണ്ടാ? മറക്ക്. ഈ യോഗം കേൾക്കുന്നത് ബന്ധുക്കളിലോ വളർന്ന സാഹചര്യത്തിലോ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ സ്വാധീനിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണോ? എങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് മറക്ക്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് അക്കാഡമിക് സ്പിരിറ്റിൽ നേരിടാം. ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മെറിറ്റ് ബേസിൽ നമുക്ക് സമീപിക്കാം. ഒരു വശത്ത് സമദാനി, മറ്റേ വശത്ത് എക്സ്. ഒരു വശത്ത് സമദാനി, മറ്റേ വശത്ത് വൈ. എക്സ് വൈ എന്നേ ഞങ്ങൾ പറയൂ. കാര്യം ഞങ്ങളുടെ സങ്കടം, ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ സമദാനിയുടെ തലയെടുപ്പിനോളം, സമദാനിയുടെ പാണ്ഡിത്യത്തോളം, സമദാനിയുടെ ബഹുഭാഷാ ജ്ഞാനത്തോളം, സമദാനിയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സാമാന്യ പരിചയത്തോളം ചുണ്ടുകൊണ്ട് പേര് പറയാൻ പറ്റുന്ന കടയുള്ള നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും സിപിഎമ്മുകാരെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഐ എം എക്സ്ട്രീംലി സോറി. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തൽക്കാലം എക്സ് എന്ന് വിളിക്കട്ടെ. എക്സ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയും സമദാനിയും. ഇനി നിങ്ങൾ ഇന്റേണൽ മാർക്കെടുക്ക്. ഹു വിൽ ബി എ ഗുഡ് പൊളിറ്റിക്കൽ ലീഡർ? നിങ്ങൾ ചോദിക്ക്. ഹു ഈസ് എ ഗുഡ് കോൺഗ്രസ് ലീഡർ എന്നല്ല, ആരാണ് ഒരു നല്ല ലീഗിന്റെ നേതാവ് എന്നല്ല. ലെറ്റ് മീ ആസ്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. പഴയ പോലെ നമുക്ക് അങ്ങാടിയിലെ ടിപ്പിക്കൽ വെള്ളിമൂങ്ങ രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും യോഗ അവസാനിപ്പിക്കാൻ പറ്റൂല. ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ആരാണ് ഒരു രാഷ്ട്രീയ നേതാവ്? എ ഗുഡ് പൊളിറ്റിക്കൽ ലീഡർ ഈസ് വൺ ഇൻസ്പയറിംഗ് പീപ്പിൾ, ഗൈഡിംഗ് പീപ്പിൾ, ലീഡിംഗ് പീപ്പിൾ. ഒരു നല്ല രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നവനാണ്. ഇൻസ്പയറിംഗ് പീപ്പിൾ, ഗൈഡിംഗ് പീപ്പിൾ, ജനങ്ങൾക്ക് ദിശ കാണിച്ചു കൊടുക്കുന്നവനാണ്. ആൻഡ് ട്രാൻസ്ഫോമിംഗ് പീപ്പിൾ ഫോർ എ ഗുഡ് കോസ്. ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ പരിവർത്തിപ്പിക്കുന്ന, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ജനങ്ങൾക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന ആളാണ് എ ഗുഡ് പൊളിറ്റീഷ്യൻ, എ ഗുഡ് ലീഡർ. ഏറ്റവും നല്ല നേതാവ് എന്ന് പറയുന്നത്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി ഏതൊന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു നോക്ക്. ഈസ് ആൻ ഇൻസ്പിറേഷൻ. മരിച്ച ഗാന്ധി ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിയെ പോലെ ഇന്നും നമ്മളെ പിന്തുടരുന്നു. ഈസ് എ ഗൈഡ്. അദ്ദേഹം ജീവിതത്തിന്റെ ദർശനമാണ്, ജീവിതത്തിന്റെ ദർശനമാണ്. He transformed the people. ജനങ്ങളെ പരിവർത്തിപ്പിച്ചു അദ്ദേഹം. എന്തിന്? ഫോർ എ ഗുഡ് കോസ്. ഇനി ഞങ്ങൾ സമദാനിയെ വെക്കുന്നു. ഇൻസ്പയറിംഗ് പീപ്പിൾ. നടന്നു പോകുന്ന വഴിത്താരയിൽ വാക്കുകളെ പൂക്കളാക്കി സമദാനിയുണ്ട്. അമ്മ സദസ്സുകളിൽ മാതൃത്വത്തിന്റെ പാതാരണ്യങ്ങളിലേക്ക് പുതിയ തലമുറയെ നോക്കി. നിന്റെ കയ്യിലെ മൊബൈൽ ഫോൺ, നിന്റെ കയ്യിലെ ബിടെക്കിന്റെ പുസ്തകം, നിന്റെ കയ്യിലെ എംടെക്, നീ പഠിച്ച MBBS, നീ പഠിച്ച സകലമാന കോഴ്സും പൊന്നുമോനെ അമ്മയെ മറക്കാൻ കാരണമാകല്ലേ. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവിഗരീയസി. മാതാവും മാതൃഭൂമിയും സ്വർഗത്തെക്കാൾ വലുതാണ് പൊന്നുമോനെ എന്ന് കാതിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുവിനെ ഞങ്ങൾ തൃത്താലയുടെ മണ്ണിൽ സമർപ്പിക്കുന്നു. അൽ ജന്നത്തു തഹത അഖ്ദാമി ഉമ്മഹാതികും. പൊന്നുമോനെ, ആകാശത്തോളം വളർന്നാലും നീ അന്വേഷിക്കേണ്ടുന്ന സ്വർഗം നിന്റെ കാമുകിയുടെ വാലന്റൈൻസ് സന്ദേശത്തിലല്ല. നീ അന്വേഷിക്കേണ്ടുന്ന സ്വർഗം നിനക്ക് കിട്ടുന്ന മൾട്ടിനാഷണൽ കമ്പനിയിലെ സാലറിയിലല്ല. നിന്റെ സ്വർഗം നിന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ താഴെയാണ് എന്ന് മനുഷ്യത്വത്തിലേക്ക് പാത കെട്ടി മലയാളത്തിന്റെ പ്രബുദ്ധമായ മനസാക്ഷിയോട് പറഞ്ഞു കൊടുക്കുന്ന സമദാനി ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആണ്. വാട്ട് ഈസ് യുവർ എക്സ്? നിങ്ങളെ കാൻഡിഡേറ്റോ? നിങ്ങളാണോ? കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെ മൂപ്പരെ MP. അദ്ദേഹം ഏത് പഞ്ചായത്ത്? ഏതോ ഒരു പഞ്ചായത്ത്. മൂപ്പരെ ഗ്രാമപഞ്ചായത്ത് ഒന്ന് പഠിക്കും. സാധാരണ CPM ഈ കൊട്ടേഷന് പ്രതിഫലം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്കൊന്നും നിങ്ങൾ മൂപ്പരെ കൊടുക്കരുത്. മൂപ്പര പഞ്ചായത്തിൽ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് മെമ്പറിൽ ആരെങ്കിലും രാജിവെക്കുകയോ മരിക്കോ ദുബായിക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ എക്സ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തി ജയിപ്പിക്കണം. എന്താ അറിയോ? മൂപ്പര MP പൂതി നടക്കും. മെമ്പർ ഓഫ് പഞ്ചായത്ത്, മെമ്പർ ഓഫ് പാർലമെന്റിന് വന്നാണ്. അതിന് വകുപ്പ് വേണ്ടേ?
ഞങ്ങളാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ജനങ്ങളെ പരിഹസിക്കരുത് CPM. നിങ്ങൾ ജനങ്ങളെ പരിഹസിക്കരുത്. അതുകൊണ്ട് മലയാളത്തിന്റെ സാംസ്കാരിക മനസ്സിൽ സമദാനിയുണ്ട്. മലയാളത്തിന്റെ പ്രബുദ്ധ മാനസങ്ങളിൽ സമദാനിയുണ്ട്. മലയാളത്തിന്റെ കലാമണ്ഡലത്തിൽ സമദാനിയുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരൊക്കെ മതത്തിന്റെ ആത്മാവിനെ പഠിക്കാൻ പോകും. നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ നിന്ന് എന്റെ അയൽവാസിയായ ദേവകി അമ്മ സതീഷ് ബാബുവിനോട് ചോദിച്ചു, എവിടെ ഫൈസൽ ബാബു? ഞാൻ തെലങ്കാനയിലാണെന്ന് അവരറിയില്ല. അമ്മ വിളമ്പി വെച്ച പാത്രം, അമ്മ വിളമ്പി വെച്ച വിഷുവിന്റെ സദ്യയുടെ മുമ്പിൽ ഒരാളെ കാണാതിരുന്നപ്പോ ദേവകി അമ്മയുടെ വിളി തെലങ്കാനയിലേക്ക്. എവിടെ? ചോറ് കഴിക്കാൻ. എന്റെ വീട്ടിൽ അയൽപ്പക്കത്തെ വിഷുവിന്റെ വാഴയിലയിൽ ഫൈസൽ ബാബുവിനെ കാത്തിരിക്കുന്ന ഒരമ്മ ഈ നാട്ടിൽ മരിച്ചു പോകരുത്. എന്റെ വീട്ടിൽ പെരുന്നാളിന്റെ ഭക്ഷണം കഴിക്കുമ്പോ നോമ്പിന്റെ ദിവസം 4 മണിക്ക് സതീഷ് വന്നപ്പോ ഞാൻ അവനൊരു ആപ്പിൾ കൊടുത്തു. നോമ്പ് കാലമായതിന്റെ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് ആപ്പിൾ കൊടുത്തു. സതീഷ് കഴിക്കുന്നില്ല. കത്തിയെടുത്ത് കൊടുത്തിട്ട് ഞാൻ 4 അത് മുറിച്ചു കൊടുത്തു. അപ്പോഴും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, സതീഷേ കഴിക്കടാ എന്ന് പറഞ്ഞു. കഴിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്നോടുള്ളൊരു മര്യാദ കൊണ്ട്, നോമ്പിന്റെ മര്യാദ കൊണ്ട് അവൻ കഴിക്കാതെ പോണതാണ് എന്ന്. ഞാൻ അവന്റെ വീട്ടില് അടുത്ത ദിവസം ചെന്നപ്പോ ഭാര്യ ഗീതു എന്നോട് പറഞ്ഞു, അപ്പൊ പകലില് ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയില്ല. ഞാൻ ചോദിച്ചു, എന്തേ? സതീശേട്ടന് നോമ്പാണ്, സതീശേട്ടന് നോമ്പാണ്. സതീശേട്ടന് നോമ്പുള്ള ഒരു ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കണം. ദേവകി അമ്മ ഫൈസലിന് വേണ്ടി വിഷു വിളമ്പി വെച്ച പാത്രത്തിലെ സാമ്പാറിന് വേണ്ടി ഈ രാജ്യം നിലനിൽക്കണം. അതിന് സമദാനി, അതിന് സമദാനി. ജയ് ഹിന്ദ്, ജയ് സമദാനി. അടുത്തതായി കൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും.